വള്ളംകളി ഫലനിർണയത്തിലെ തർക്കത്തിൽ അപ്പീൽ ജൂറിയുടെ യോഗം ഇന്ന്. കളക്ടർ പങ്കെടുക്കുന്ന യോഗത്തിൽ പരാതി സാങ്കേതികമായി പരിശോധിക്കും. പരാതിക്കാരായ ക്ലബ്ബുകളെയും ചുണ്ടൻവള്ള സമിതിക്കാരെയും കേൾക്കുന്ന സമിതി വിധികർത്താക്കളെയും വിളിച്ചു വരുത്തും. ഫൈനലിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമിതി പരിശോധിക്കും. നമ്മൾ 70ാമത് നെഹ്റു ട്രോഫി ബോട്ട് റേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത പരാതികളൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഫോട്ടോ ഫിനിഷിന്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പരാതികൾ നമ്മൾ നിലവിൽ നമുക്കുള്ള സംവിധാനം അപ്പീൽ ജൂറി കമ്മിറ്റി ഉണ്ട്. നമ്മുടെ നിയമാവലി അനുസരിച്ച് 3 മണിക്ക് ആ കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കമ്മിറ്റിയിൽ നമ്മൾ ആ ജൂറിയിൽ ഉള്ള ആൾക്കാർ ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഈ 2 ഭാഗം നമ്മുടെ നടുഭാഗം ചുണ്ടൻ ഉൾപ്പെടെ നമ്മുടെ വില്ലേജ് ബോട്ട് ഉൾപ്പെടെയുള്ള 2 ബോട്ട് ക്ലബ്ബുകളുടെയും പ്രതിനിധികളെ വിളിച്ച് സംസാരിക്കുകയും അവരുടെ ആക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്കുള്ള മൊഴികൾ രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ 2 ആക്ഷേപം വന്നേക്കും. ഒന്ന് സ്റ്റാർട്ടിങ്ങിനെ പറ്റി ആക്ഷേപം, നടുഭാഗത്ത് പറഞ്ഞേക്കുന്നത് സ്റ്റാർട്ടിങ്ങിനെ പറ്റി ആക്ഷേപമാണ്. അതോടൊപ്പം തന്നെ ഫിനിഷിങ്ങിനെ പറ്റി ആണ് നമ്മുടെ മറ്റ് വിഷയമുള്ളത്. അപ്പോൾ ഇത് 2 സ്റ്റാർട്ടേഴ്സിനെ ഉൾപ്പെടെ ജഡ്ജസിനെ ഉൾപ്പെടെ ടീമിനെ കേട്ടതിന് ശേഷം നമ്മുടെ വിഷ്വൽസൂടെ പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ആ മത്സരം, അതിന്റെ ആവേശമൊക്കെ നമ്മൾ ആസ്വദിച്ചതാണ്, കണ്ടതാണ്. വിവാദം അതിന് ശേഷം ഉണ്ടായതാണ്. പരസ്പരം പരാതികളുണ്ട്. അത് പരിഹരിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അതിനുള്ള സാങ്കേതികമായ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, വളരെ ആവേശകരമായ, ഒരുപക്ഷെ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ ആവേശകരമായ ഒരു മത്സരമായിരുന്നു 70ാമത് നെഹ്റു ട്രോഫി ജലമേളയുടേത്. പക്ഷേ ആ ഒരു മത്സരത്തിന്റെ വിജയപ്രഖ്യാപനത്തിന് ശേഷം പിന്നീട് അത് വലിയ കോലാഹലങ്ങളിലേക്ക് പോയി. കാരണം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടനായിരുന്നു 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. തൊട്ടുപിറകെ നമുക്കിപ്പോൾ കണ്ണുകൊണ്ട് കണ്ടാൽ ആരാണ് 1ാം സ്ഥാനത്തേക്ക് എത്തിയെന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് വിയപുരവും നടത്തി. എന്നാൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടൻ അത് വിജയത്തെ സംബന്ധിച്ചും അതിന്റെ സമയക്രമത്തെ സംബന്ധിച്ചുമാണ് തർക്കമുയർത്തിയത്. ഒപ്പം തന്നെ സ്റ്റാർട്ടിങ്ങിനെ സംബന്ധിച്ച്, അതായത് സ്റ്റാർട്ടിങ്ങിൽ പിഴവ് സംഭവിച്ചു എന്ന നടുഭാഗം ചുണ്ടൻ, കുമരകം ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ നടുഭാഗം ചുണ്ടനും ഈ ഇത്തരത്തിൽ ആക്ഷേപം ഉയർന്നതോടുകൂടി ഒപ്പത്തിനൊപ്പം വന്ന 3 വള്ളങ്ങളിൽ ആര് വിജയിച്ചു എന്നതിനെ സംബന്ധിച്ച തർക്കത്തിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ഇൻഫ്രാറെഡ് രശ്മികൾ പതിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ടൈമിംഗ് കുറിക്കാനായി കഴിയുന്നത്. അത്തരത്തിലൊരു കൃത്യമായ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഒരു മൂല്യനിർണ്ണയം അല്ലെങ്കിൽ വിധി നിർണ്ണയം തന്നെയാണ് ജേതാക്കളെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. പക്ഷേ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ 2 വള്ളങ്ങളുടെയും കാരിച്ചാലിന്റെയും വിയപുരത്തിന്റെയും ഒരേപോലെ തന്നെ സമയം ഡിസ്പ്ലേയിൽ തെളിഞ്ഞു. എന്നാൽ പിന്നീട് 10 മിനിറ്റുകളിൽ തന്നെ കാരിച്ചാലിന് 5 മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ വിജയിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് വലിയ തർക്കത്തിലേക്ക് പോവുകയും, എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു സമയക്രമത്തിൽ 2ാമത് മാറ്റം വന്നതെന്ന് കൃത്യമായി വിശദീകരിക്കാനോ അല്ലെങ്കിൽ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ നെഹ്റു ട്രോഫി ബോട്ട് റേസിന്റെ കമ്മിറ്റിക്ക് ഈ വിയപുരം ചുണ്ടന്റെ ആളുകളെ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് 100 പേർക്കെതിരെ കേസെടുക്കുന്ന രീതിയിലുള്ള തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോയിരുന്നു. എന്തായാലും ഇന്ന് ആ 2 പരാതികൾ നടുഭാഗത്തിന്റെയും വിയപുരത്തിന്റെയും പരാതിന്മേലാണ് അപ്പീൽ ജൂറി ഇന്ന് വിശദമായ അവരുടെ ഭാഗം കേൾക്കുക. ജഡ്ജസുമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടാകും. സാങ്കേതികമായി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് എന്ത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചതടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. എന്തായാലും നടുഭാഗവും ഒപ്പം തന്നെ വിയപുരവും പറയുന്നത് അപ്പീൽ ജൂറിയിൽ നിന്നും കൃത്യമായി തങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു മറുപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ്. വൈകിട്ട് 4 മണിയോട് അടുപ്പിച്ചാണ് യോഗം ചേരുക. രഞ്ജിത്ത്, ശരി.